ചെർപ്പളശ്ശേരിയിൽ ഒരു ബേക്കറിയിൽ മുസംബി മുറിച്ച് നൽകാത്തതിൽ തുടർന്നുണ്ടായ തർക്കം വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഒരുപക്ഷെ ആ വാർത്ത നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾ ആ വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ആ കടയുടമയുടെ അടക്കം ബൈറ്റ് നൽകിയ ഒരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത് കാരണമാണ് നിങ്ങളത് കാണാതിരുന്നത്. എന്നാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അദ്ദേഹം പറയുന്ന, ആ കടയുടമ പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്കൊപ്പം ഉണ്ട്. ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ ബേക്കറിയിൽ എന്താണ് സംഭവിച്ചത്? ഒരു കൂട്ടം ഗ്യാങ് വരുന്നു, ആ കടയുടമയെ തല്ലുന്നു. ഈ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കണ്ടായിരുന്നത്. ശരിക്കും എന്തായിരുന്നു? ശരിക്കും സത്യം പറഞ്ഞാൽ 18-ാം തീയതി ഒരു 5:30 മണിയോടെയാണ് ഈ സംഭവം ശരിക്കും നടക്കുന്നത്. ഏതാണ്ട് 18-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു സ്ഥാപനത്തിലേക്ക് സാധനം മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പോവുകയാണ്. നമ്മൾ അവിടുന്ന് മുസംബി സാധനം മേടിക്കുന്നു. നമ്മൾ അവരോട് ചോദിക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് തരണമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു കിച്ചണിലേക്ക് കൊണ്ടു കൊടുത്താൽ മതി, അവിടുന്ന് കട്ട് ചെയ്ത് തരും എന്ന് പറയുന്നു. നമ്മളത് അവിടെ കൊണ്ട് കൊടുക്കുന്നു. അവിടെ കൊടുത്തേക്ക് അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്ത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു, ഇത് കവർ ഇടാൻ വേണ്ടി, കവറിന് വേണ്ടി നമ്മൾ പോയ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു പയ്യൻ ജ്യൂസ് അടിക്കണം. നോർമലി നമുക്കറിയാം ജ്യൂസ് അടിക്കാൻ നമ്മൾ ഇതാക്കണം. അപ്പോൾ ഫ്രീ ആകുമ്പോൾ നിന്ന് കട്ട് ചെയ്ത് തരും എന്നുള്ള ചോദ്യം നമ്മൾ ഫസ്റ്റ് ചോദിച്ചു. അതിനുശേഷം പുറകിൽ വന്നൊരു സഫാൻ എന്ന് പറഞ്ഞാൽ എന്തൊരു പയ്യൻ പുറകിൽ നിന്ന് വന്നിട്ട് അവൻ പറഞ്ഞു കട്ടി തരാൻ പറ്റില്ല, ഇവിടെ തിരക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ തിരക്കാണ്, ഇത് പറ്റില്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ജ്യൂസ് അടിച്ച പയ്യൻ അവിടെ ഫ്രീ ആയി നിൽക്കുന്ന കണ്ടേക്ക് ഞാൻ പറഞ്ഞു ഈ ഫ്രീ ആണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തായിട്ട് പോവാമല്ലോ, ഇനിയിപ്പോൾ തിരക്കല്ലേ, ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇവിടെ നിൽക്കണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ സഫാൻ എന്ന് പറഞ്ഞ പയ്യൻ പറയുന്നുണ്ട് എനിക്ക് കട്ടി തരാൻ പറ്റില്ല, ഈ വേറെ എടുക്കച്ച് കൊണ്ട് കൊടുത്തോ, ഇവിടെ തിരക്കാണ് എനിക്ക്. അപ്പോൾ ഇത് നോർമലി പറയല്ല, ഇത് ഭയങ്കര ഒരു ലൗഡായിട്ട് ഹാർഷായി പറയാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റക്കായി, കാരണം നമ്മൾ ബിസിനസ് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്, കസ്റ്റമേഴ്സ് വാല്യൂ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നോർമലി ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഷോക്കായി. അപ്പോൾ നമ്മൾ നോർമലി ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പ്രശ്നം ചോദിച്ചിട്ട് അവൻ ഇങ്ങോട്ട്, കാരണം അത് കിച്ചൻ്റെ ഉള്ളിലാവുകൊണ്ട് അത് ആരും കണ്ടിട്ടില്ല. അപ്പോഴാണ് ഷുക്കൂർ എന്ന് പറഞ്ഞ ഉടമസ്ഥൻ വരുന്നത്. ഷുക്കൂർ എന്ന് പറഞ്ഞ ഉടമസ്ഥൻ വരുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്, നമ്മളിത് കട്ട് ചെയ്ത് തരാൻ പറയുന്നു. അപ്പോൾ അവരിങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത് പറഞ്ഞു. അപ്പോൾ എടുത്ത വൈക്ക് പോയി പറഞ്ഞു അതങ്ങനെയാണ്, ഇവിടെ തിരക്കാണ്, അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ മനസ്സിലായി, അതിക്കോട്ടെ, നമുക്ക് കസ്റ്റമറിനോട് ഒരു ബഹുമാനം വേണ്ട, അല്ലെങ്കിൽ ഒരു മര്യാദ വേണ്ടത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുക, കട്ട് ചെയ്ത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പോവുക, അല്ലെങ്കിൽ അവിടെ വെച്ച് പോവുക, അതല്ലേ ചെയ്യുക. ഇവരിങ്ങനെ നമ്മൾ തല്ലാൻ വരുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക വെച്ചു. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക, സപ്ലൈൻറ്റി കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ സപ്ലൈൻറ്റി കൊടുക്കുന്നതല്ല, നമുക്ക് ആക്ച്വലി നമുക്ക് എന്തുണ്ട് നമ്മളോട് പറഞ്ഞു ഉള്ളിൽ കിച്ചണിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വന്ന നമ്മളെ സുഹൃത്ത് ഇത് കേട്ട് വന്നേക്ക് എന്താ പ്രശ്നം ചോദിക്കുക, ഇന്ന കാര്യം ഇൻസിഡൻറ്റ് പറഞ്ഞു. ഇൻസിഡൻറ്റ് പറഞ്ഞേക്ക് നമ്മൾ പറഞ്ഞു പ്രശ്നമൊന്നും വേണം, ഓറഞ്ച് അവിടെ വെച്ച് പോവാം, കുഴപ്പമില്ല. ആ ഓറഞ്ച് ടേബിളും വെക്കലും ചെവിക്കല്ല് നോക്കിയിട്ടൊരു അടി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. CCTV ദൃശ്യം വ്യക്തമാണ്. ചെവിക്കല്ല് നോക്കിയിട്ട് ആദ്യം അടി, ഒരു കസ്റ്റമറിനെ അടിക്കണം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇവൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. ആ സമയത്ത് തന്നെ ഇവൻ ബോക്സിങ്ങിൻ്റെ ലെവലിൽ നിന്നിട്ട് ചുണ്ടിനും പല്ലിനുമായിട്ട് ഇടിച്ചു. അപ്പോൾ തന്നെ നമ്മൾ കൂടെ വന്ന ആളുടെ ഇത് പോയി, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുകയാണ്. ഇവിടുന്ന് ചോര വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ആ സമയത്താണ് ഉള്ളത്. ഓട്ടോമാറ്റിക് ഇവൻ ഈ ബോക്സിങ് ടൈമിൽ തന്നെ നിന്നിട്ട് തല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് പ്രതിരോധിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി പോന്നു. ഇവിടുന്ന് ഇറങ്ങി പോന്നിട്ടും ഈ പറഞ്ഞ പോലെ ബാക്കിൽ നിന്ന് ചവിട്ടുക, കസേര എടുത്ത് അടിക്കാൻ വരിക, തെറി പറയുക, അവിടുത്തെ സ്റ്റാഫ് കസേര എടുത്തിട്ട് അടിക്കാൻ വരിക. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്, കസേര എടുത്ത് അടിക്കാൻ വരിക. അതുപോലെ തന്നെ പാല് പുറത്തുനിന്ന് ഒഴിക്കുക. അപ്പോൾ ഈ സംഭവം എനിക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടെ ഉണ്ടാകുന്നവർ പുറത്ത് നിൽക്കുന്നുണ്ട്, അവരിത് കാണുകയാണ്, ചോര ഇട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതുള്ള ഓർമ്മ. അപ്പോൾ വീണ്ടും അടിയായി. പിന്നെ അത് ഈ പറഞ്ഞ പോലെ രണ്ട് കൂട്ടർ തമ്മിലുള്ളൊരു കയ്യാങ്കളിലേക്ക് കലാശിച്ചു സത്യം പറഞ്ഞു. പക്ഷേ ഇതാരും അറിഞ്ഞിട്ടില്ല. ഇതിൽ CCTV അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന CCTV ഒരു കൂട്ടം, ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബേക്കറി കടയിലേക്ക് വരുന്നു, ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കം, ആ ഭാഗം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയത്? ഈ തുടക്ക ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഇത് ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇത് പല വിധത്തിലും ഒത്തുതീർപ്പാക്കാനും, കാരണം നമ്മൾ രണ്ട് കൂട്ടരും ബിസിനസ്സുകാരാണ്. അപ്പോൾ ആദ്യം മുതലേ പല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളേതായിട്ടുള്ള വക്കീൽ മുഖാന്തരം നമ്മളിത് ചോദിച്ചു, കാരണം നമുക്കിത് കിട്ടേണ്ട അർഹതയുണ്ട്. കാരണം എന്താ, ഈ വീഡിയോ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നമ്മളിത് കാണിക്കൊന്നുമില്ല, കാരണം അവരുടെ സിസ്റ്റത്തിൽ അവരുടെ കമ്പ്യൂട്ടറിലുള്ള സാധനമാണ്, അല്ലെങ്കിൽ അവരുടെ CCTV സാധനം, അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മുഖാന്തരം നമുക്കിത് കിട്ടിയപ്പോഴാണ് എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും വരുന്നത്. നമ്മൾ ഗുണ്ടകളാണ്, സാമൂഹ്യ വിരോധരാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇതിനൊരു ഫസ്റ്റ് ഭാഗമുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ബാക്കിയുള്ള അതൊക്കെ സെക്കൻഡറി ആണെങ്കിലും, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അപ്പോൾ അതിനാണ് ഇതിനൊരു ആദ്യൊരു ഭാഗമുണ്ട് എന്നുള്ളത് പറയാം.
ഇതിപ്പോൾ ഞാൻ രണ്ട് കൂട്ടരും ചെയ്തത് തെറ്റാണ്, ഞാൻ ഒരിക്കലും ആരും ന്യായീകരിക്കില്ല. പക്ഷേ ഒരു കസ്റ്റമറുടെ മുഖത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തല്ലുകയും മറ്റൊരു കസ്റ്റമറിൻ്റെ ചെറിയിലേക്ക് ഇടിച്ച് ചോര വരുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളും ഞാൻ പറഞ്ഞ ഈ സ്ഥാപനം കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിലൊരു മുസംബിയുമായിട്ട് ഇത്തരത്തിലുള്ള വലിയ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആലോചിക്കുമ്പോൾ ശരിക്കും ഇല്ല. ഇപ്പം ഞാൻ അപ്പോഴും പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ നമ്മളെ മുസംബി ഇപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. താങ്കൾ ആ കിച്ചണിലുള്ള ആളെ ഡോറ് തള്ളി തുറക്കുന്ന ഒരു സീൻ അതെന്താ? ഇത് തള്ളി തുറക്കുന്നതല്ല, ആക്ച്വലി നമ്മൾ അവിടുന്ന് വന്ന ഒരു റിയാക്ഷനിൽ നമ്മൾ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്, അല്ലാതെ തള്ളി അങ്ങോട്ട് ഉള്ളിലോട്ട് കയറണം എന്നല്ല. നോർമലി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ടാബിൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്, അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിലാണ് അടിച്ചത്. അത് നമ്മൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്കും ഈ മുസംബിയ ഓക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമില്ല, അവിടെ വെച്ച് പോന്നാൽ തീരാവുന്ന പ്രശ്നത്തിനെയാണ് ഇത്രയും വലിയൊരു ഇതിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടി കിട്ടി, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ വീണ്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോരുമ്പോഴും നമ്മൾ തെറി വിളിക്കുകയും പുറകുന്ന് ചവിട്ടുകയും പാലൊഴിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കും. എന്താണ് നിലവിലെ കേസിൻ്റെ അവസ്ഥ എന്താണ്? നിലവിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നമ്മളടുത്ത് ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് കൗണ്ടർ അറ്റാക്കിൽ നമ്മളും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ്. പേഴ്സണലി ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വല്ല വിരോധമോ കാര്യങ്ങളോ? ആളുകൾക്ക് ഇപ്പോൾ അതാണ് സംശയം, ഒരു മുസംബി മേടിക്കാൻ പോയി ഇത്രയും വിവാദത്തിലേക്ക് ഇത്രയും സംഘർഷത്തിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ 15 വർഷമായി ഇപ്പോൾ ഇവിടെ ചെർപ്പുളശ്ശേരി ടൗണിൽ നമ്മളായിട്ട് ഇതുവരെയായിട്ടും അവരായിട്ടും ഒരു ബുദ്ധിമുട്ടോ അതിൽ ഒരു കസ്റ്റമർ അതായത് ഒരു വേണ്ടാത്ത രീതിയിലുള്ള പെരുമാറ്റം ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വ്യക്തിനെ നമുക്ക് പേഴ്സണലി അറിയ പോലുമില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ നമ്മൾ പേഴ്സണലി ഒരു വിരോധം വെച്ചിട്ടോ അങ്ങനെ ഒന്നും ഇതിലില്ല. ഇത് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതിൽ ഗുണ്ടകളായിപ്പോയി. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ഒരു തെളിയിക്കാനുള്ളൊരു ഈ ഒരു വീഡിയോ മാത്രം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു മുസംബി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരോടും നിങ്ങളോടും കൂടി പറയാനുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വാർത്തയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത് അപ്പുറത്ത് താങ്കളുടെ സ്ഥാപനമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ വാർത്ത കൊടുക്കാതിരുന്നത്. ആ വാർത്ത ആദ്യം കൊടുത്ത വ്യക്തി ഞങ്ങളാണ്. ശരിയല്ലേ? അതെ, എനിക്കത് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനും എനിക്കും ഒരുപാട് വിഷമമുണ്ടായി. കാരണം ഇപ്പോൾ ബാക്കിയുള്ള ന്യൂസ് ചാനലുകളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളോടൊന്ന് വിളിച്ച് പറയണം, ഓക്കെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം, എന്തതിൻ്റെ സത്യാവസ്ഥ നമ്മളൊരു വാദം കൂടി അവർ കേൾക്കണമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം പറയാം. ഇപ്പോൾ ഇത് അവരാദ്യം പറഞ്ഞ് ആ ന്യൂസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ ഇത് ഉണ്ടാവാനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളങ്ങോട്ട് കയറി തല്ലുക എന്ന് പറയുമ്പോൾ ഈ തല്ലുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യം വേണം. ഞാനൊക്കെ ആദ്യമായിട്ടാണ് മൂപ്പരെ കാണുന്നത്. അതല്ലാതെ നമ്മളൊന്നും ഇന്നേ വരെ ഒരു കണ്ടൊരു പരിചയമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വ്യക്തിപരമായ ഒരു ഇതും ഇല്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതിൽ പെട്ടതിൽ സത്യത്തിൽ വിഷമമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോണത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഇത് സത്യത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറിയാണ്. ജനങ്ങൾ ഇത് അറിയണം, ജനങ്ങളിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. പിന്നെ ഇത് ഓൾറെഡി കേസ് നടക്കുന്നതാണ്. അപ്പോൾ അത് കോടതിയിൽ നിന്ന് എങ്ങനെ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഗുണ്ടകൾ, സാമൂഹിക വിരോധർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത ആദ്യം കൊടുത്തത് ഞങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വാർത്ത നൽകിയില്ല എന്ന് കേട്ട് പഴി കേട്ടതും ഞങ്ങളാണ്. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ തങ്ങളുടെ ഓരോ വാർത്തകൾക്കടിയിലും പ്രേക്ഷകർ നമുക്കെതിരെ പറയുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്കത് വിഷമമുണ്ട്. കാരണം നിങ്ങളത് കണ്ടിട്ടില്ല എന്നെങ്കിൽ നിങ്ങളത് വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകരുത്. കാരണം കൃത്യമായിട്ട് നമ്മൾ ഒരു പക്ഷവും ചേരാതെ ഒരു രീതിയിലും ചേരാതെ വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് വൺ ന്യൂസ്. അത് നിങ്ങൾ ഏത് രീതിയിലാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ വാർത്ത നൽകിയതിന് ശേഷമാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ഇതിനൊരു വേറൊരു വശമുണ്ട്, ഇതിൻ്റെ മറ്റൊരു ക്ലിപ്പും കൂടി ഉണ്ട്, അത് നിങ്ങൾ കാണിക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ശരിയായ ഫാക്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അതാണ് ചെയ്യേണ്ടത്. കാരണം ഒരു ന്യൂസ് കിട്ടുമ്പോൾ ഇതിന് രണ്ട് വശം നോക്കണം. രണ്ട് വശം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടാണത്. ഏതൊരു ചാനലാണെങ്കിലും ഏതൊരു ന്യൂസ് ചാനലിൽ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഇതിന് മറ്റൊരു വശം ഉണ്ടോ എന്നുള്ളത് ചെയ്യണം. അതാണല്ലോ അതിൻ്റെ ഒരു യഥാർത്ഥ ശരി. അപ്പോൾ ഇപ്പോൾ അവർ ഫസ്റ്റ് കൊടുത്തത് കൊണ്ട് നമ്മൾ കുറ്റക്കാരായി. നമ്മൾ ഇതിനൊരു മറ്റൊരു വശം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാക്കാം. അതാണ് അതിൻ്റെ സത്യം വരുന്നത്. പക്ഷേ നമുക്ക് ആ ക്ലിപ്പ് കിട്ടിയതും അത് നിങ്ങളെ കാണിക്കാനും ഇപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നതിനും ഏറ്റവും വലിയൊരു നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമുണ്ട്. കേസ് നടക്കാണ്, സത്യം തെളിയട്ടെ. അതാണ് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ. സത്യം തെളിയട്ടെ.
എന്തായാലും മുസംബി വിവാദം അങ്ങനെ മുസംബി കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ചെർപ്പുളശ്ശേരി മറ്റൊരു വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും വിവാദങ്ങളും തർക്കങ്ങളും എല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ബാദുഷ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, One News. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. ചെർപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെർപ്പുളശ്ശേരി.